നിന്റെയൊക്കെ മുൻപിൽ ഈ രമാദേവി തോറ്റു തരുമെന്ന് വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. രമാദേവിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവൾ LLB കംപ്ലീറ്റ് ചെയ്യില്ല. അതെ കുട്ടി, സോറി കേട്ടോ. രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുക. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം എവിടെയാ? ബിഗിനേഴ്സിന്റെ ബാച്ച് അല്ലേ? അതെ. ദേ വലത്തോട്ട് പോകുമ്പോ ആദ്യത്തെ ക്ലാസ്. താങ്ക്സ്. കുട്ടിക്ക് യൂണിഫോം കിട്ടിയില്ലേ? യൂണിഫോമോ? ഇല്ല. ഫസ്റ്റ് ഇയറിന് യൂണിഫോം കമ്പൽസറിയാ. ദേ അവിടെ നിൽക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയോട് ചോദിച്ചാ മതി. താങ്ക്സ്. ചേച്ചി, ഞാൻ പുതിയതായിട്ട് വന്നതാ. യൂണിഫോം ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഇന്ന് തൊട്ട് വന്നു തുടങ്ങിയതാണോ? അതെ. ദേ അവിടെ തൂക്കിയിട്ടിരിക്കുന്നു, എടുത്തോളൂ. എന്താ പേര്? കല്യാണി. ആ, ഞാൻ രേഖ. കുഞ്ഞോളെ, അപ്പോ അടുക്കളക്കാരിക്ക് അഡ്മിഷൻ അറിയായല്ലേ? ആ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരിക്കും ഇപ്പൊ കുഞ്ഞോളെ വിളിച്ചത്. അതെ, അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയെന്ന്. ഈശ്വര, ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാകുന്നേ? കുഞ്ഞോളെ, അവൾക്കെന്തോ കൂടോത്രം അറിയാം. ആ കൂടോത്രം വച്ചിട്ടാണ് പ്രിൻസിപ്പാളെ വരുതിയിലാക്കിയത്. സൂക്ഷിക്കണം. കുഞ്ഞോളെ, അവൾ അഡ്മിഷന് പോകുന്ന സമയത്തെ അവളുടെ കയ്യിൽ ഭസ്മോ കോഴിമുട്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഏതോ ഉഗ്രമൂർത്തിയെ അവൾ ആവാഹിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അഡ്മിഷൻ അവൾ ഇത്രയും വേഗം തിരിച്ചു പിടിക്കില്ലായിരുന്നു. ആ ഉഗ്രമൂർത്തി ഒന്നുകിൽ ഇടപ്പന തള്ളച്ചി, അല്ലെങ്കിൽ രക്തചാമുണ്ടി. ആ ഉഗ്രമൂർത്തി ഇടപ്പന തള്ളച്ചിയും രക്തരക്ഷസും ഒന്നുമല്ല. പിന്നെ അപ്പൂപ്പങ്കാവിലെ കാർത്തേനെയാണോ? ജയരാമൻ. അതെ, ജയരാമൻ എന്ന ഉഗ്രമൂർത്തിയാ ചിന്നുവിന് LLBക്ക് അഡ്മിഷൻ ശരിയാക്കിയത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വീട്ടിലിരിക്കുന്ന ജയരാമൻ പ്രിൻസിപ്പളെ വിളിച്ച് അഡ്മിഷൻ എടുക്കാനോ? അതെ, തമിഴിലൊരു ചൊല്ലുണ്ട്, ആള് ഇരുന്നും വരും വേന നടന്നും വരും. ആളൊരിടത്തിരുന്നാ മതി, അയാള് വില ഉടയ്ക്കൊണ്ടിരുന്നോളൂ. അതുപോലെയാ അളിയന്റെ കാര്യം. വരുന്നുണ്ട് അതിന്റെ ശില്പന്ത പുത്രൻ. മഹി, ചന്ദ്രലേഖ എവിടെ? അത് പിന്നെ അമ്മ ചോദിച്ചത് കേട്ടില്ലേ? ചന്ദ്രലേഖ എവിടെയെന്ന്?
ചന്ദ്രമ്മ ചിന്നുവിൻ്റെ കൂടെ കോളേജിൽ പോയിരിക്കോ? ഹ, ഓഹോ, ചിന്നുവിന്റെ ഗാർഡിയനായി കോളേജിൽ പോയത് ചന്ദ്രലേഖയായിരുന്നല്ലേ? ചുമ്മാതല്ല, നിന്റെ അച്ഛൻ കൂടി ഇടപെട്ട് ചിന്നുവിന്റെ അഡ്മിഷൻ റെഡിയാക്കി കൊടുത്തത്. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കല്ലേ? അമ്മേ, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് ഇല്ലാതാക്കും ഞാൻ. നിന്റെയൊക്കെ മുൻപിൽ ഈ രമാദേവി തോറ്റു തരുമെന്ന് വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. രമാദേവിയുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവൾ LLB കംപ്ലീറ്റ് ചെയ്യില്ല. അല്ല മഹി, നിന്റെ അച്ഛൻ ജയരാമൻ ഇതെന്ത് ഉദ്ദേശിച്ചാണ് തിരിച്ചിരിക്കുന്നത്? ഇയാളെന്താ വേലക്കാരികളെ മുഴുവൻ ദത്തെടുത്ത് അസോസിയേഷൻ ഉണ്ടാക്കുന്നു? നീ ഒട്ടും മോശമൊന്നുമല്ല. 10 ഗുണം 10 ഗുണം. മേ കമ്മിങ് മാഡം? വന്നിട്ടുണ്ട്. എന്താ ക്ലാസ് ക്ലീൻ ചെയ്യാൻ വന്നാണോ? ഞാൻ പഠിപ്പിക്കുന്നത് കാണുന്നില്ലേ? അതോ തനിക്ക് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? മാഡം, ഞാൻ പുതിയ സ്റ്റുഡന്റാ, അല്ലാതെ ക്ലീൻ ചെയ്യാൻ വന്നതല്ല. സൈലൻസ് പ്ലീസ്. ഈ ഡ്രസ് ക്ലീനേഴ്സിന്റേതാ. ഇത് ഇട്ടോണ്ടാണോ ക്ലാസ്സിൽ വരുന്നത്?